Okay, dear students, now we are going to learn to find the mean for a group to frequency distribution. Group to frequency distribution mean എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മീൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ഗ്രൂപ്പ് ടു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴേ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ എന്ത് കാണും? ക്ലാസ്സസ് കാണും. ഓക്കെ, നേരത്തെ എക്സും എഫും ആയിരുന്നെങ്കിൽ ഇവിടെ ക്ലാസ്സസും എഫും ആയിരിക്കും. അപ്പം classes 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. Suppose നമുക്ക് തന്നിരിക്കുന്ന 5 ക്ലാസ്സസ്, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3, 4, 6, 1, 1. ഇങ്ങനെയാണ് ഫ്രീക്വൻസി തന്നിരിക്കുന്നതെന്ന് വെച്ചു. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സസിൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് എക്സ് എന്നുള്ളതാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്. അപ്പം മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 0 to 10ൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 + 10 ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അടുത്തത് 10ൻ്റെയും 20ൻ്റെയും 10 to 20 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 + 20 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ വാല്യൂ കിട്ടിയാൽ തന്നെ അടുത്തത് എഴുതാവുന്നേ ഉള്ളൂ. കാരണം ഈ ക്ലാസ്സിൻ്റെ ലെങ്ത് നോക്കി 0 to 10 എല്ലാം 10ൻ്റെ ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പം 1 എഴുതി കഴിഞ്ഞാൽ അടുത്തതെല്ലാം എന്ത് ചെയ്താൽ മതി? 10 ആഡ് ചെയ്ത് പോയാൽ മതി. 5, 15, 25, 35, 45. ഓക്കെ, അപ്പം നമുക്ക് എക്സ് കിട്ടി. അപ്പോൾ ഇനി ഈ ക്ലാസ്സസ് ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഈ എക്സും എഫും വെച്ച് നോക്കിയാൽ നമ്മൾ മുമ്പ് പഠിച്ച ഗ്രൂപ്പ് ടു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമാറ്റിലോട്ടായി. നമുക്ക് എക്സും ഉണ്ട് എഫും ഉണ്ട്. അപ്പം നമ്മുടെ ഫോർമുല എന്താണെന്ന് നോക്കുക. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നുള്ളതായിരുന്നു. അപ്പം നമുക്ക് വേണ്ടുന്ന എന്താ? ആദ്യം എഫ് എക്സ് വേണം, പിന്നെ എഫിൻ്റെ ടോട്ടൽ എഫ് എക്സിൻ്റെ ടോട്ടൽ. അപ്പോൾ ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സും തമ്മിലുള്ള പ്രോഡക്റ്റാണ്. അപ്പം എഫ് ഇൻറ്റു എക്സ് 3 5 15, 4 15, 60, 6 25, 150, 1 into 35, 1 into 45. ഇനി നമുക്ക് വേണ്ടുന്ന എന്താ? ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ, അതായത് സിഗ്മ എഫും വേണം, സിഗ്മ എഫ് എക്സും വേണം. ഓക്കെ, എഫിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ 3 + 4 7, 7 + 6 13, 14 15 ആണ് എഫിൻ്റെ ടോട്ടൽ. എഫ് എക്സിൻ്റെ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും 16 + 60 75, 75 + 75 150 പിന്നെ ആഡ് ചെയ്യാം. 75 + 35 വരുമ്പോഴത്തേക്കും 110, 110 + 145 155 വരും. ആൻഡ് 150 ദാറ്റ് ഇസ് 305 ആണ് നമുക്ക് സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നുള്ളതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 305 ബൈ 50. 5 വെച്ച് ക്യാൻസൽ ആവും. 5 3s 5 6 5 1s. അപ്പോൾ 61/3 വിച്ച് ഇസ് ഈക്വൽ ടു 20.33 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നമുക്കൊരു ഗ്രൂപ്പ് ടു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് കാണും? ക്ലാസ്സസ് കാണും, ഫ്രീക്വൻസിയും കാണും. അപ്പോൾ ക്ലാസ്സസിൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കും. 5, 15, 25, 30, 40 എന്നുള്ളത്.
ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, അതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ ഫോർമുല എപ്പോഴും ഓർക്കുക. ആ ഫോർമുല അനുസരിച്ചാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നുള്ളത്. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ ടോട്ടൽ, അതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ, ഫോർമുലയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.